ഹലോ ഓൾ, എല്ലാവർക്കും സിവിലിയൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്ന കാര്യം RRB അതിന്റെ വെബ്സൈറ്റിൽ പുതിയതായിട്ടൊരു നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആധാർ അൺലോക്കിംഗ് പ്രക്രിയയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോട്ടിഫിക്കേഷനിൽ RRB പറയുന്ന കാര്യം നമ്മുടെ ആധാർ നമ്മുടെ ബയോമെട്രിക്സ് അൺലോക്ക് ചെയ്ത് വെക്കണം, നമ്മുടെ UIDയുടെ പോർട്ടലിൽ അൺലോക്ക് ചെയ്ത് വെക്കണം നമ്മൾ എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് എന്നതാണ് ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷനിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിരുന്നാൽ കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡിംഗ് ദോസ് ഹു ഹാവ് വെരിഫൈഡ് ദർ ആധാർ ഡ്യൂറിംഗ് ദ ആപ്ലിക്കേഷൻ സബ്മിഷൻ സ്റ്റേജ് ആർ റിക്വസ്റ്റഡ് ഇൻ ദെയർ ഓൺ ഇൻട്രസ്റ്റ് ടു എൻഷുർ ദാറ്റ് ദെയർ ആധാർ റിമെയിൻസ് ഇൻ അൺലോക്ക്ഡ് കണ്ടീഷൻ ഇൻ ദ UIDA സിസ്റ്റം ബിഫോർ കമ്മിങ് ടു എക്സാം സെന്റർ ടു അവോയ്ഡ് ഇൻകൺവീനിയൻസ് ആൻഡ് ഫെസിലിറ്റേറ്റ് രജിസ്ട്രേഷൻ ആൻഡ് എക്സാം റിലേറ്റഡ് പ്രോസസ് ഓൺ ദ ഡേ. അതായത് ഇത് വേറൊന്നുമല്ല, കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ALPയുടെ എക്സാംസ് നടന്നിട്ടുള്ളതായിരുന്നു നിങ്ങൾക്കറിയാം. കഴിഞ്ഞ 25-ാം തീയതി മുതൽ ALPയുടെ എക്സാംസ് നടക്കുന്നത്. സോ ആ എക്സാമിന്റെ സമയത്ത് പല കുട്ടികൾക്ക് ഇതുപോലെ തന്നെ ആധാർ വെരിഫിക്കേഷന്റെ സമയത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഈ പോർട്ടലിൽ ലോക്ക്ഡ് കണ്ടീഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവർക്ക് ആ സമയത്തുള്ള ബയോമെട്രിക് വെരിഫിക്കേഷൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ട്. സോ അതൊന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ഇൻട്രസ്റ്റിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മാറ്റി അൺലോക്ക് ഫോർമാറ്റിലേക്ക് ആക്കി വെക്കുക എന്നുള്ളതാണ് RRB ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാം, എങ്ങനെയാണ് ആ കാര്യം ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ RRB പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന രീതിയിൽ ആധാർ അൺലോക്ക് ചെയ്ത് വെക്കണം എന്നാണെങ്കിലും ഇത് ചെയ്യേണ്ടത് നമ്മുടെ ആധാർ UIDAയുടെ വെബ്സൈറ്റിൽ പോയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് അതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രൊസീജിയർ ആ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നതിനായിട്ട് ആദ്യം നമ്മൾ ആപ്ലിക്കേഷനിൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് പോവുക, മൈ ആധാർ എന്ന് പറഞ്ഞ UIDAയുടെ വെബ്സൈറ്റിലേക്ക് പോവുക. അപ്പോൾ ആ വെബ്സൈറ്റിൽ ഈ രീതിയിലുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാം, നമ്മൾ ആദ്യമേ ഈ പറയുന്ന രീതിയിൽ ആധാർ അൺലോക്ക് പ്രൊസീജിയറിലേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും നമ്മളൊരു വിർച്വൽ ID ക്രിയേറ്റ് ചെയ്യണം. ആ വിർച്വൽ ID ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ആധാർ നമ്പർ ഉപയോഗിച്ച് നമ്മുടെ ആധാർ അൺലോക്ക് പ്രോസസ്സിലേക്ക് കടക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ പറയുന്ന വിർച്വൽ ID VID ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആധാർ നമ്പർ അവിടെ ചോദിക്കും. ആധാർ നമ്പർ ചോദിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഒരു ക്യാപ്ച ഉണ്ട്. അത് എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു 16 ഡിജിറ്റ് ID ക്രിയേറ്റ് ചെയ്യപ്പെടും, വിർച്വൽ ID ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസിൽ ഈ ഒരു 16 അക്ക നമ്പർ നമുക്ക് വരും. ആ നമ്പർ കോപ്പി പേസ്റ്റ് ചെയ്യാം. നമ്മുടെ ഈ വിർച്വൽ ID ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം നമ്മളെ വെബ്സൈറ്റിലേക്ക് പോവാം. നമുക്ക് അവിടെ ലോക്ക് അൺലോക്ക് ആധാർ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിൽ അൺലോക്ക് കൊടുക്കുക. നമ്മുടെ അവിടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് OTP ഫോണിലേക്ക് വരും. നമ്മുടെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ ഉള്ള ഫോൺ നമ്മുടെ കയ്യിലുണ്ടാവണം. OTP 1-2 പ്രാവശ്യമായിട്ട് വരും. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ നമ്മുടെ ഫോൺ ഉണ്ടാവണം. അപ്പോൾ ലാസ്റ്റ് നമുക്ക് നമ്മുടെ ആധാർ നമ്പർ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഈ രീതിയിൽ നമ്മുടെ ആധാർ നമ്പർ ഹാസ് ബീൻ സക്സസ്ഫുള്ളി അൺലോക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വിൻഡോ വരും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കൊരു ഡെമോ നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയ ഡെമോ നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു ബ്രൗസർ എടുത്ത് അതിൽ മൈ ആധാർ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ രീതിയിലുള്ളൊരു വിൻഡോ വരും. അതിൽ UIDAയുടെ ഹോമിലേക്ക് പോവാം. ഈ മൈ ആധാർ എന്ന് പറയുന്ന ആ വിൻഡോയുടെ കീഴിൽ നമുക്ക് വേണ്ട ഓപ്ഷൻസ് നമുക്ക് വേണ്ടി കാണാൻ സാധിക്കും. വിർച്വൽ ID ജനറേറ്റർ, അതുപോലെ തന്നെ ലോക്ക് അൺലോക്ക് ബയോമെട്രിക്സ് എന്ന് പറയുന്ന ഓപ്ഷൻസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിലാദ്യം ലോക്ക് അൺലോക്ക് ബയോമെട്രിക്സിലേക്ക് പോവാം. അപ്പോൾ അവിടെ ആ വിൻഡോയിൽ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ഒരു റിസൾട്ട് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നമുക്ക് കുറച്ച് താഴോട്ട് പോകുമ്പോഴത്തേക്കും ഇവിടെ ലോക്ക് അൺലോക്ക് ആധാർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ പോകുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട അതേ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ഇപ്പോൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ള ജനറേറ്റ് വിർച്വൽ ID ആണ്. നമ്മൾ ആ വിർച്വൽ ID ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എടുത്ത അതേ സൈഡിലേക്ക് തന്നെ ഒന്ന് തിരിച്ചു പോകുമ്പോഴേക്കും നമുക്ക് ഈ ലോക്ക് അൺലോക്ക് ആധാറിൻ്റെ മുകളിൽ തന്നെ ഈ പറയുന്ന വിർച്വൽ ID ജനറേറ്റർ കാണും. അപ്പോൾ അവിടെ ജനറേറ്റ് VID കൊടുത്തിട്ട് നമ്മുടെ ആധാർ നമ്പറാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. സോ ആ ആധാർ നമ്പർ കൊടുക്കുക. അതിൻ്റെ കൂടെയുള്ള ക്യാപ്ച കൂടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെരിഫൈഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറുള്ള ഫോൺ കൂടെ കയ്യിൽ വെക്കുക. 2 തവണയായിട്ട് OTP വരും. ആ OTP കൊടുക്കാനായിട്ട് കയ്യിൽ വെക്കുക. അപ്പോൾ നമ്മൾ ആധാർ നമ്പർ അടിച്ച് കൊടുത്തതിന് ശേഷം ഈ പറയുന്ന രീതിയിൽ ക്യാപ്ച കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും നമുക്ക് ഒരു OTP വരും. ആ OTP നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിലുള്ളൊരു 16 ഡിജിറ്റ് വിർച്വൽ ID നമുക്ക് ക്രിയേറ്റ് ചെയ്യും. അത് കോപ്പി പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നേരത്തെ നമ്മൾ കണ്ട അതേ ലോക്ക് അൺലോക്ക് ആധാർ എന്ന് പറയുന്ന ആ സെക്ഷനിലേക്ക് പോവാം. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇതേ രീതിയിൽ അൺലോക്ക് ആധാർ ഓപ്ഷൻ കൊടുക്കുക. അവിടെ നമ്മുടെ വിർച്വൽ ID പേസ്റ്റ് ചെയ്യുക, ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുക്കുക. OTP ഫോണിലേക്ക് വരും. ആ OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു
മെസ്സേജ് നമുക്ക് കാണാൻ പറ്റും, യുവർ ആധാർ ഹാസ് ബീൻ അൺലോക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത്രയേ ഉള്ളൂ, വളരെ ചെറിയൊരു പ്രോസസ്സാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് എല്ലാവരും ചെയ്യുക. ഇത് ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെല്ലുമ്പോൾ ഉള്ള ആ ഒരു ബയോമെട്രിക് വെരിഫിക്കേഷൻ സമയത്തുള്ള ഒരു ലാഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ALPയുടെ എക്സാംസിന് അങ്ങനെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു സംവിധാനം RRB ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും RRBക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഈ പ്രിപ്പറേഷൻ്റെ ഇപ്പോൾ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ പ്രിപ്പറേഷൻ എവിടെ വരെ എത്തി എന്നുള്ളത് ഒന്ന് അസസ് ചെയ്ത് നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സിവിലിയൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കുകയാണ് നമ്മുടെ RRB JEE CBT 1 ടെസ്റ്റ് സീരീസ്. ഏകദേശം 1500ഓളം ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ടെസ്റ്റ് സീരീസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കറണ്ട് പ്രിപ്പറേഷൻ എവിടെ വരെ എത്തിയെന്ന് നല്ല രീതിയിൽ അനലൈസ് ചെയ്യുക. എക്സാം പാറ്റേണിൻ്റെ അതേ രീതിയിലുള്ള TCSൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ടെസ്റ്റ് സീരീസ് കൂടെ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒരു നല്ല രീതിയിലേക്ക് കംപ്ലീറ്റ് ചെയ്യും. Start your preparations for engineering competitive exams from top educators. Learn from the best.